ആ എന്താ ഇതെന്താണോ തനിക്കിതെന്ത് പറ്റി? ഇനിയൊന്നും പറ്റാനില്ല സി എം എ. എന്താണോ തന്റെ കയ്യില്? ഇതൊരു കാസറ്റാ. കാസറ്റോ? ഒരു സിനിമയുടെ കാസറ്റാ. തനിക്കൊക്കെ ഇത് കാണുന്നതല്ലേ ഇഷ്ടം. കമ്മീഷണറുടെ സസ്പെൻഷൻ ഓർഡർ ഇട്ട് കഴിഞ്ഞു. അയ്യോ, അത് പറയാനാ ഞാൻ വന്നത്. അത് പിൻവലിക്കണം. അതെന്താ? പിൻവലിച്ചേ പറ്റൂ. എന്താണോ പെട്ടെന്നൊരു മനംമാറ്റം? കർത്താവിനെ ഓർത്ത് എന്നോടൊന്നും ചോദിക്കല്ലേ സി എം എ. നമ്മുടെ ഖജനാവ് പോലെ എന്റെ ജീവിതവും കാലിയാക്കരുത്. ഒരു ജോലി ഞാൻ സമ്മതിക്കില്ല. ഇവൻ എവിടെ അവൻ? ബഹളം ഉണ്ടാക്കാതെ എടുക്കാം എടുക്കാം. അപ്പോ 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 ഒന്ന് വേഗം വലിച്ച് കെട്ടടാ. അപ്പോന് ഫോൺ ഇങ്ങ് താമസിച്ച ഒന്ന് പിടിവിട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും താഴെ പോകും. ഹലോ ആളടിയില്ലേ? ഹലോ, ഇയാളെപ്പോഴാ എന്റെ അടി കയറിയത്? ഹലോ, ആരാ? എന്താടാ നീ വിളിച്ചത്? അയ്യോ, സാറായിരുന്നോ? ക്ഷമിക്കണം, ഞാൻ എന്റെ അടി കിടന്നാളോട് പറഞ്ഞതാ. അടി കിടന്നാളോ? എന്താടാ അവിടെ ഒരു ബഹളം? അത് ഞാൻ ഏണിയുടെ മോളിൽ നിന്ന് താഴേക്ക് വന്നാ, പകരം ഞാൻ ഒരാളെ മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. നീ ഉടനെ എന്നെ ഒന്നൊന്ന് കാണണം. ഇന്ന് ഉത്സവമല്ലേ? എന്റെ അമ്മായിയമ്മയുടെ ഒരു ഉത്സവം വൈകുന്നേരമല്ലടാ കഴുതേ. ഞാനും വരുന്നുണ്ട് ഉത്സവത്തിന്. മുത്തച്ഛയോട് പറഞ്ഞേക്ക്. പിന്നെ നീ ഇപ്പൊ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ അവറാച്ചന്റെ വീട് വരെ ഒന്ന് പോണം. എന്താ സാർ, കോള് വല്ലതും ഉണ്ടോ? ഒരു വലിയ കാസറ്റ് ബിസിനസ്സാ. അതൊക്കെ വരുമ്പോ പറയാം. അപ്പൊ സാറ് പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ സാർ, നീ പെട്ടെന്ന് റെഡി ആവും. നമുക്ക് സ്ഥലം വരെ പോണം. എങ്ങോട്ടാ? അയ്യേ, അങ്ങോട്ടൊന്നും ഇനി പോകാൻ പറ്റില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? ഈ +2 ആ ഇത്രയും പേര് ദോഷം ഉണ്ടാക്കി. ഒരുമാതിരി മറ്റോടത്തെ വർത്താനം പറയരുത്. ഈ +2 കാരണം പാർട്ടിക്ക് എത്ര ലക്ഷത്തിന്റെ പ്ലസ് ഉണ്ടായി, CS എത്ര പ്ലസ് ഉണ്ടായി, എനിക്ക് എത്ര പ്ലസ് ഉണ്ടായി, പാർട്ടി പ്രവർത്തകർക്ക് എത്ര പ്ലസ് ഉണ്ടായി. ഇനിയിപ്പോ +3 കൂടി തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഈ 3 വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം. അതാണ് +3. അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചടക്കി തിരുത്തി കുറിക്കണം. അതെ, പള്ളിക്കുടുത്തി പോത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക്. ഇലക്ഷൻ പ്രചരണത്തിൽ എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തിയേ പറ്റൂ. മറ്റവന്മാര് ചവിട്ടുനാട് ഇറക്കുമ്പോ അതിലും ഒരു വടി മോളി വേണം നമുക്ക്. വീഡിയോ പ്രചരണമാണെങ്കിൽ നന്നായിരിക്കും. ശരിയാ, നമുക്ക് കാസറ്റ് ഇറക്കാല്ലേ ആവറാച്ചാ? കാസറ്റ് ഷൂട്ട് ചെയ്തിറക്കാന്ന്. കാസറ്റ് ഒന്നും വേണ്ട, അതായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാസറ്റ് ഇറക്കുന്നത് നല്ലതാ വറാച്ച. അത് നല്ല സിനിമ പോലെ ഷൂട്ട് ചെയ്യണം. നമ്മുടെ ഭരണ നേട്ടങ്ങളൊക്കെ മുഴുവൻ കാണിക്കുന്ന കാസറ്റ് ആയിരിക്കണം.